എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ പല കെട്ടുകഥകളും ഇല്ലാ കഥകളും മെനഞ്ഞ് ഏതാണ്ട് 9 ദിവസം ജയിൽവാസത്തിന് കാരണക്കാരായ ബജ്രംഗദൾ, അതായത് BJPയുടെ ഉപസംഘടനകൾ നൃത്തം വയ്ക്കുകയാണ്, ആഘോഷിക്കുകയാണ്. അവർ ലഡ്ഡു വരെ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനിയെങ്കിലും ഈ കേരളത്തിലെ ക്രിസ്തീയ സഭയിലെ മേലധ്യക്ഷന്മാർ ഒന്ന് മനസ്സിലാക്കിയാലും ഈ BJPയുടെ ഇരട്ടത്താപ്പ് നയം എല്ലാം അവരുടെ അറിവോടുകൂടി തന്നെയാണ് ഇത് കാട്ടിക്കൂട്ടിയത്. ഈ NIEയും ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ ആരുടെ കളിപ്പാവയാണെന്ന് നമുക്കെല്ലാം അറിയാവുന്നൊരു തുറന്ന സത്യമാണ്. അവസാന നിമിഷം വരെയും NIEയും ജാമ്യം കൊടുക്കുന്നതിൽ അത്ര തൃപ്തരല്ലായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെയും അത് അവസാന ഘട്ടം അവർക്ക് ഭരണപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വന്നു. ഇനി നാം കാണാൻ പോണത് പണ്ടത്തെ ഒരു പൂഞ്ഞാറിലൊരു പഴയ MLA ഉണ്ടല്ലോ, ഇപ്പോൾ മാളത്തിൽ നിന്നും ഇന്നലെ പുറത്തിറങ്ങിയിരിക്കും. ഇന്ന് എന്തെങ്കിലും പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും. എന്നാലും നാം കാണേണ്ട ഒന്നുണ്ട്. ഇത്രയും നാൾ ഈ MLA ചുമന്നു നടന്ന പൂഞ്ഞാർ നിവാസികളെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഇദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പ് നയം പണ്ട് അത്ര കണ്ടില്ലെങ്കിൽ ഇപ്പോൾ അത് വളരെ വ്യക്തമായി. ഒരു സൈഡ് ഈ ക്രിസ്ത്യാനിയുടെ പേരും കപടവേഷവും ആ വാക്കുകളും ആ സ്നേഹാദരങ്ങളും കാണിക്കുകയും മറുവശത്ത് ബജ്രംഗദൾ പോലുള്ള ഈ കൊടും ആഭാസന്മാർക്ക് കൂട്ടുനിന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശൈലിയാണ് ഈ പഴയ പൂഞ്ഞാർ MLA നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എത്ര ക്ഷീണിച്ചാലും ഈ വായ്ക്ക് യാതൊരു ഇതുമില്ല. ഇപ്പോൾ മകനെയും കൂടെ ഇറക്കിയിരിക്കുകയാണ്. കാണാം. ഇനിയെങ്കിലും ഈ മേലധ്യക്ഷന്മാരൊന്ന് സൂക്ഷിക്കുക. നിങ്ങൾ പല സമയത്തും മേലധ്യക്ഷന്മാർക്കുള്ളൊരു കുഴപ്പം, ഏത് സമയത്തും ഏത് നാടകം കളിക്കാനും അവർ സന്നദ്ധരാണ്. പക്ഷേ യാഥാർത്ഥ്യങ്ങളെ അവർ മനസ്സിലാക്കേണ്ടത് ഇനിയും ഇതുപോലുള്ള പല കന്യാശന്മാരും പല സഭാവസ്ത്രം ധരിക്കുന്നവരും പീഡനങ്ങൾക്കും മറ്റും ഇരയാകും. ആ പീഡനങ്ങൾക്ക് ഈ BJP ഭരിക്കോളം കാലം ഒരു അവസാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കേരളത്തിലെ ഈ കുറേ നേതാക്കന്മാർ കേരളത്തിൽ BJPക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നറിയാം. പക്ഷേ എങ്കിൽ തന്നെയും ഈ കേരളത്തിലുള്ള ചില നേതാക്കന്മാർ അവർക്കറിയില്ല, അവരുടെ നേതൃത്വം പറ്റിക്കാണ്. അവരെ ശരിക്കും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപടിക്ക് ഇവർക്ക് അങ്ങോട്ട് അറിയിക്കുന്നു എങ്കിൽ തന്നെയും ഇവർ ആവശ്യപ്പെടുന്നതൊന്നും ഇവരുടെ ഭരണകൂടങ്ങളിൽ നിന്നും ഇവർക്ക് ലഭിക്കാറില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏതാണ്ട് 9 ദിവസം വരെ ഈ സഭാവസ്ത്രം അണിഞ്ഞ 2 കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കേണ്ടി വന്നത്. അതിൻ്റെ കാരണക്കാരെ അവർ ശാസിക്കുകയോ അവർ യാതൊന്നും ചെയ്തില്ല. കാരണം അവരാണ് ഈ ഭരണത്തെ നിലനിർത്തുന്നത് തന്നെ. ഇത് നമ്മൾ എല്ലാ മതവിശ്വാസികളും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾ കാശ്മീർ വരെ ചെന്ന് അവിടുത്തെ ബുദ്ധിമുട്ടുകളും അവിടുത്തെ കാലാവസ്ഥയും ഒക്കെ സഹിച്ച് അവിടെയും വിദ്യാഭ്യാസ മേഖലകൾ സ്ഥാപിച്ച് ABCD എന്ന അക്ഷരം പഠിപ്പിച്ച് അവരെ ലോകത്തെ അറിയാനും ലോകത്തെക്കുറിച്ച് എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാനുള്ളൊരു ശക്തി ആർജിക്കുന്നത് ഈ വിദ്യാഭ്യാസത്തിൽ കൂടിയാണ്. അതിന് നേതൃത്വം നൽകുന്ന ഈ സഭാവസ്ത്രധാരികളെയാണ് ഈ BJPയും അവരുടെ ഉപസംഘടനകളും പല രീതിയിൽ ഉപദ്രവിക്കുന്നത്. ആ ഉപദ്രവം BJPയുടെ ഭരണം ഉള്ളിടത്തോളം കാലം അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി അതങ്ങനെ ഉണ്ടാവില്ല, അബദ്ധമാണെന്നൊക്കെ ഇവരെന്ത്
പറഞ്ഞാൽ ഒരു വീൺ വാക്ക് മാത്രമെന്ന് മാത്രം കാണുക. ഇതിന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനം, ഓരോ ക്രിസ്ത്യാനികളും ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രം: ഇനിയെങ്കിലും നിങ്ങളെ സമീപിക്കുന്ന, കപടവേഷം ധരിച്ച് നിങ്ങളെ സമീപിക്കുന്ന പൂഞ്ഞാറ് പോലെ ഉള്ള ഒരു പഴയ MLA മോഡൽ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഒന്നും കാര്യമാക്കാതിരിക്കുക. അവരൊന്ന് നേരെയാക്കാമുള്ള, അവർക്ക് എന്തെങ്കിലും അപ്പക്കഷ്ണം എറിഞ്ഞു കൊടുക്കുന്ന അപ്പക്കഷ്ണങ്ങൾ അവർക്ക് അത് മാത്രം മതി. നമ്മളോടൊപ്പം ഒരു മുഖം, പണ്ടൊരു സരിതയുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ പൂഞ്ഞാർ MLAക്കുള്ള ബന്ധങ്ങളെയും അതിലുള്ളതൊക്കെ നമുക്കറിയാവുന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതലായി ഒന്നും നാം ഇതിനോട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. എന്തു തന്നെയായിരുന്നാലും ഇവരെ ഇനിയെങ്കിലും തിരിച്ചറിയുക. പ്രത്യേകിച്ച് കേരളത്തിലെ മേലധ്യക്ഷന്മാർ, കുറേ തിരുമേനിമാരും കുറച്ച് മേലധ്യക്ഷന്മാരുമുണ്ട്. സത്യങ്ങൾ അറിയാതെ എന്തെങ്കിലും വിളിച്ചവർ ആരെങ്കിലും അവിടെ ഒരു കേക്കുമായിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സ്വർണ്ണ കിരീടമായിട്ട് ചെന്നാൽ അതെല്ലാം മറക്കുക. ഓക്കെ എന്ന് ദൈവനാമത്തിൽ എല്ലാം സന്തോഷമായി കഴിയണമെന്നുള്ള മധുരവാക്കുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയതുകൊണ്ട് കാര്യമല്ല. അതിന് ശിക്ഷ അനുഭവിക്കുന്നത് ഈ വടക്കേ ഇന്ത്യയിൽ സഭാവസ്ത്രവും ധരിച്ച് യാത്ര ചെയ്യുന്നവരാണ് എന്നുകൂടി ഓർക്കുക. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടാതിരിക്കാൻ മേലധ്യക്ഷന്മാർ ശ്രമിക്കുക. ആ പഴയ പൂഞ്ഞാർ പല്ലുപോയ സിംഹത്തെ എല്ലാവരും ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ ആ പ്രഖ്യാപനത്തിന് ഒരു പുല്ലുവില പോലും കൊടുക്കാതിരിക്കുക. ഇനിയും വരും. ഇന്ന് മുതൽ എവിടെന്നെങ്കിലും ഇനിയിപ്പോൾ കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്നലെ പുറത്തിറങ്ങി കാണും. അടുത്ത പ്രഖ്യാപനങ്ങൾ എന്താണെന്ന് ആലോചിച്ച് ഇന്ന് മുതൽ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ കാണാൻ ജനത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ആ നിമിഷങ്ങൾ ഒട്ടും വിദൂരമല്ല. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.